ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. അത് ഞങ്ങൾ ഇനി തിരുത്താൻ പോകുന്നു. 2020 നൈക്ക് ഒരു വലിയ തീരുമാനമെടുത്തു. നൈക്കിനും കസ്റ്റമർക്കും ഇടയിൽ ഇനി ഒരു ഇടനിലക്കാരൻ വേണ്ട. കസ്റ്റമേഴ്സിലേക്ക് ഞങ്ങൾ നേരിട്ടെത്തും. 1000ഓളം റീറ്റെയിലർ പാർട്ട്നേഴ്സിനെ അവർ ഉപേക്ഷിച്ചു. ആമസോൺ എന്ന പ്ലാറ്റ്ഫോമും അവർ വേണ്ടെന്ന് വെച്ചു. ലോജിക്കലി അത് ശരിയായിരുന്നു. കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ലാഭം വളരെ അധികമായിരിക്കും. തുടക്കത്തിൽ അത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ വൈകാതെ തന്നെ സെയിൽസ് ഇടിയാൻ തുടങ്ങി. നൈക്ക് റീറ്റെയിലർ ചെയിനുകളെ വേണ്ടാന്ന് വെച്ചപ്പോ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആ ഒരു അവസരം മുതലെടുത്തു. അവരുടെ സെയിൽസ് കുതിക്കാനും തുടങ്ങി. അങ്ങനെ 2024 നൈക്കിന്റെ പുതിയ സിഇഒ തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെല്ലാം തിരുത്താൻ തീരുമാനിച്ചു. അവർ ഉപേക്ഷിച്ചു കളഞ്ഞ പഴയ റീറ്റെയിലർ ചെയിനുകളിലേക്കും ആമസോണിലേക്കും അവർ തിരിച്ചെത്തി. വീണ്ടും അവർ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യാനും തുടങ്ങി. ഇതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് ഇൻസൈറ്റ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ആമസോണിൽ ലോഗിൻ ചെയ്യുമ്പോഴും സ്റ്റോറുകളിൽ പോകുമ്പോഴും നൈക്ക് എന്ന ബ്രാൻഡിന് ഒരു വിസിബിലിറ്റി കിട്ടിയിരുന്നു. എന്നാൽ ഇതൊന്നും കാണാതെ നിങ്ങളാണ് ഞങ്ങളുടെ ലാഭം കുറയ്ക്കുന്നത് എന്ന് മാത്രം കാണാനാണ് നൈക്ക് ആഗ്രഹിച്ചത്. അവിടെയാണ് നൈക്കിന് തെറ്റ് സംഭവിക്കുന്നത്.